ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടാനായാണ് യോഗം വിളിച്ചത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനം അടുത്ത മാസം 21 വരെ നീളും. വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ചർച്ചകളും നടക്കും. ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. 14 ചോദ്യങ്ങളിൽ വ്യക്തത ആരാഞ്ഞുള്ളതാണ് രാഷ്ട്രപതിയുടെ റഫറൻസ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ രാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയവർക്ക് ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വീട്ടിലും മിഥുന് അന്തിമോപചാരമർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടത്താൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 22 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് ഈ മാസം 23-നും അന്തിമ പട്ടിക അടുത്ത മാസം 30-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2025ലെ പൊതുതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നടത്തിയ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന അടുത്ത മാസം 25-നകം പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. ആകെ 34 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിച്ചതിൽ 31 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുതീർന്നു. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ അദാലത്ത് ഓഗസ്റ്റ് 2-ന് കൊല്ലത്തും ഇടുക്കിയിലും നടക്കും. മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് അദാലത്തിൽ പ്രവേശനം. വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കർക്കടക വാവുബലിക്ക് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ അവലോകന യോഗം ചേർന്നു. ആലുവ, മണപ്പുറം, പെരുമ്പാവൂർ, ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രം, കാലടി, പെരിയാർ തീരം എന്നിവിടങ്ങളിലെ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ യോഗം വിലയിരുത്തി. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2-ന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി വി. അബ്ദുറഹ്മാൻ നിർവഹിക്കും. നിശാഗന്ധിയിൽ വൈകുന്നേരം 5:30-ന് നടക്കുന്ന ചടങ്ങിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യചിഹ്നങ്ങളുടെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. ഫാൻ ജേഴ്സിയുടെ പ്രകാശന കർമ്മം ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്ന് നിർവഹിക്കും. കോട്ടയം തലയാഴം ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 6 കോടി 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ സിറിയയും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിച്ചു. അറബ് മതന്യൂനപക്ഷമായ ഡ്രൂസ് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനാണ് സിറിയയുടെ ഈ തീരുമാനമെന്ന് തുർക്കിയിലെ US അംബാസഡർ ടോം ബാരാക്ക് പറഞ്ഞു. അതേസമയം സിറിയയിലെ ഏറ്റുമുട്ടലുകൾ മേഖലയ്ക്ക് മുഴുവൻ ഭീഷണിയാകുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് തുർക്കി പ്രസിഡന്റ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റുമായി ഫോൺ സംഭാഷണം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്.
പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.